ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? കാരണം നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് നമുക്ക് ഈ ഒരു ക്രാഷ് ബാച്ച് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനെല്ലാത്തിനുള്ള കറക്റ്റായിട്ടുള്ള സൊല്യൂഷനായിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇനിയും ഒട്ടും സമയം വൈകിട്ടില്ല. ഇനി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും എക്സാംസും എല്ലാതും എൻ്റെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്സേ ഈ മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും അതൊക്കെ എവിടെയാണ് അപ്പോൾ കിട്ടുക? അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായി പോയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് മിസ്സായി പോയില്ല. അതെല്ലാം നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പാറ്റേണിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലാണ് കുറച്ചൊരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമുള്ളൂ. അതായത് മുന്നുള്ള കുട്ടികൾ ഇതിന് മുന്നേ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വീതമാണ് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദിവസം 2 ചാപ്റ്റർ വീതം പഠിക്കണം. ഓക്കെ, അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് അത്യാവശ്യം ലേറ്റ് ആയി പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വളരെ കുറച്ച് ദിവസമുള്ളൂ. അതിനുള്ളിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞ് റിവിഷനും ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഓരോ ദിവസം ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ നോക്കി കാണുക. അതിൻ്റെ നോട്ടും അതിൻ്റെ ക്ലാസ്സും ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണുക. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകളും കൂടെ നിങ്ങൾ ഒരുമിച്ച് കാണേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് ഒരു ദിവസം ഒരു ചാപ്റ്ററാണ് നമ്മൾ അവിടെ പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ 2 ചാപ്റ്റർ വീതം പഠിക്കുക. അത്രയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കുറേ ഓവർലോഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 2 ചാപ്റ്റർ വീതമെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, റെഡി? അപ്പോൾ ഇതൊരു ചാലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കുക. കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസമുള്ളൂ അല്ലേ? അപ്പോൾ ആ ദിവസങ്ങൾ കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സന്തോഷിക്കാൻ പറ്റും എന്നുള്ള ആലോചിച്ചാൽ മതി. ഓക്കെ, നല്ല മാർക്കൊക്കെ കിട്ടുന്നത് ജസ്റ്റ് ഒന്നിങ്ങനെ ആലോചിക്കുക, ഇടയ്ക്കൊക്കെ ഒന്ന് സ്വപ്നമൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ വരും, പഠിക്കാനായിട്ടുള്ളൊരു ആവേശം വരും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഈ ഒരു ക്ലാസ്സുകളൊക്കെ കിട്ടുക എന്നുള്ളതാണ്. അത് മിസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഷോർട്ട് നോട്ട് ലൈവിൻ്റെ ലൈവുകളും അതേപോലെ തന്നെ അതിൻ്റെ നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഫസ്റ്റ് ഈ ഒരു ഐക്കണിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് മിസ് എടുത്ത് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടായിരിക്കും. ഇവിടെ +1 ബയോളജി ഷോർട്ട് നോട്ട് ലൈവ്, +1 കെമിസ്ട്രി ഷോർട്ട് നോട്ട് ലൈവ്, +1 കമ്പ്യൂട്ടർ സയൻസ് ഷോർട്ട് നോട്ട് ലൈവ്, +1 ഫിസിക്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ ഇപ്പോൾ മിസ് ഇവിടെ +1 മാത്സിന് എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഷോർട്ട് നോട്ട് ലൈവ് ക്ലാസ്സുകൾ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് ഇവിടെ കണ്ടോ സാർ ഇങ്ങനെ എല്ലാതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, റെഡി? ഇതേപോലെ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എല്ലാതും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അധികം സമയമൊന്നും എടുക്കില്ല. വളരെ ഇതാണ്. ഇതൊരു 57 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇനി അതുകൂടാതെ തന്നെ ഇതാണ് നമ്മുടെ ഷോർട്ട് നോട്ട് ലൈവുകൾ. ഓക്കെ, ഇതെല്ലാത്തിനും ഉണ്ട്. ബയോളജിയുടെ ഉണ്ട്, കെമിസ്ട്രിയുടെ ഉണ്ട്, എല്ലാത്തിനും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും കറക്റ്റായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം മിസ് പറയാം, നമുക്ക് എക്സാമിൻ്റെ തലേ ദിവസം ഇതെല്ലാം കൂടെ വലിയ ക്ലാസ്സുകളൊന്നും കാണാനുള്ള നേരം ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് നോട്ട് ലൈവുകളാണ് അല്ലേ? അപ്പോൾ മിസ്സായി കഴിഞ്ഞാൽ മിസ് പഠിക്കുന്ന സമയത്തായാലും നമുക്ക് ആ പരീക്ഷയുടെ തലേ ദിവസം നോക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഏതാ? ഇതേപോലത്തെ ഷോർട്ട് നോട്ടുകളായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അതാണ് ആ സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആകുക. അപ്പോൾ ഇത് മിസ് എന്തായാലും പറയാം, ഇത് നിങ്ങൾക്ക് അത്രയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഫിസിക്സ് ക്രാഷ്, കെമിസ്ട്രി ക്രാഷ്, അതേപോലെ ബയോളജി ക്രാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഇവിടെ ഫിസിക്സ് ക്രാഷ് ഇത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഓരോ ചാപ്റ്റേഴ്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, അങ്ങനെ നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിസ് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് അവിടെ എഴുതിയത് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പോൾ മിസ് ഇവിടെ ലൈറ്റ് കാരണം ചിലപ്പോൾ കാണാൻ പറ്റാത്ത. അപ്പോൾ ഇത് മിസ് ഇവിടെ ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ മിസ് ഇത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ക്രാഷ് ക്ലാസ്സസ് ഇവിടെ വരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്രാഷ് ക്ലാസ്സസ് ആദ്യം തന്നെ കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ യൂണിറ്റ്സ്
വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഉള്ള ചാപ്റ്ററിൽ നമ്മുടെ അലക്സാർ അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. ഷോർട്ട് നോട്ട് ലൈവ് എന്ന് പറയുമ്പോൾ വളരെ കുട്ടി ക്ലാസ്സാണ്, പെട്ടെന്ന് തന്നെ തരും. ഈ ക്ലാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സാർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇത്. ഓക്കെ, റെഡി? ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് നോക്കാം. കണ്ടോ, ഇവിടെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇവിടെ സാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഫുള്ള് സെറ്റായി. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വർക്ക്ഷീറ്റും അതേപോലെ തന്നെ ചാലഞ്ചർ ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. അതായത് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒപ്പം തന്നെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആൻസേഴ്സ് നോക്കാതെ തന്നെ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താം. എന്നിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? ആ വർക്ക്ഷീറ്റിലുള്ള ആൻസർ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ചാലഞ്ചർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, നമുക്ക് ചാലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും നമ്മുടെ സാർമാർ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യത, അതായത് കുറച്ച് അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാലഞ്ചർ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടാവുക. കാരണം നമുക്ക് അത്യാവശ്യം നമ്മുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, റെഡി, ക്ലിയർ? അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സസിന് എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നത്. അപ്പോൾ എല്ലാ അതേ സബ്ജക്റ്റിൻ്റെയും ഒക്കേത്തിനും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി ആയാലും സമയമൊന്നും ലേറ്റ് ആയിട്ടില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സമയം വൈകിട്ടില്ല മക്കളെ, നന്നായിട്ട് തന്നെ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, അടിപൊളിയായിട്ട് പഠിക്കുക.